ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ദർശന. വെൽക്കം ടു മൈ ചാനൽ. നമ്മളെ ഒരു യാത്ര പോകാൻ പോവുകയാണേ. കണ്ടില്ലേ, രണ്ടാൾക്കാരും ലെഫ്റ്റ് റൈറ്റ് അടിച്ച് നടക്കുന്ന കണ്ടാൽ എന്തൊരു സ്നേഹം അറിയോ. പക്ഷെ വീട്ടിലിങ്ങനെ ഒന്നല്ല കേട്ടോ, രണ്ടുപേരും നല്ല വഴക്കാണ്. ഇതേ ട്രിപ്പ് പോകുന്നതിൻ്റെ സന്തോഷമാണ്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് സിക്കിമിലേക്കാണ് കേട്ടോ ഗൈസ്. ഇവിടുന്ന് ഇപ്പം നമ്മൾ ടാക്സിയിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ശിവസാഗറിന് ഏകദേശം ഒരു 86 കിലോമീറ്റർ ഉണ്ടാവും എയർപോർട്ടിലേക്ക്. അപ്പം ഇവിടെ 2 എയർപോർട്ട് ഉണ്ട്. ഒന്ന് ജൊറാട്ട് എയർപോർട്ടും ഒന്ന് ദിബ്രുഗഡ് എയർപോർട്ടും. ഇപ്പം നമ്മൾ ദിബ്രുഗഡ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ യാത്രയുണ്ടാവും. രാവിലെ 7 മണിയായിട്ടുണ്ടാവേ. മാർക്കറ്റൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ മൊറാനിലെ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. 12 മണിക്കായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. പക്ഷേ നമ്മൾ 10 മണിക്കേ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഷോ ആണ് ഈ 2 പേരും കൂടി കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ നേരത്തെ എത്തിയതിൻ്റെ ജാടയൊക്കെ കാണിച്ചിട്ട് ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടിയപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത് 2 സുന്ദരിമാർക്കും കൂടി. അപ്പോൾ പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറി അവർ നൂഡിൽസും ദോശയൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് യാത്ര ചെയ്യുമ്പോഴേ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇഷ്ടമേ അല്ല ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ എന്ത് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം? ഒന്ന് കമൻറ്റ് ചെയ്യുമോ? അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു വീണു. ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള സമയമായി കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. നമ്മൾ വിസ്താരയിലാണ് പോകുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് കയറിയപ്പോഴേ എനിക്ക് സൈഡ് സീറ്റായിരുന്നു. എപ്പോൾ ഫ്ലൈറ്റ് കയറിയാലും ഞാനും ഒക്കെ തമ്മിൽ ഭയങ്കര അടിയായിരിക്കും ഈ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് അവൾക്കും കിട്ടി, എനിക്കും കിട്ടി. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ട് പുറത്ത് നോക്കി അങ്ങനെ രസിച്ചിരിക്കുക. എനിക്ക് ബസ്സിലായാലും ഫ്ലൈറ്റിലായാലും ട്രെയിനിലായാലും സൈഡ് സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോഴേ ആ യാത്രാക്ഷീണവും ബോറടിയും ഒക്കെ മാറിക്കിട്ടും. ട്രെയിനിലും ബസ്സിലൊക്കെ പോകുമ്പോഴേ സൈഡ് സീറ്റിലിരുന്ന് ആ കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേൾക്കുന്നത് അതൊരു സുഖം. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ദാ കാണുന്നത് ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. എത്ര വലിയ നദിയാണെന്നറിയോ. ഇവിടുന്ന് നോക്കുമ്പോഴേ പണ്ട് ആകാശത്തൂടെ ഫ്ലൈറ്റ് പോകുമ്പോൾ മുറ്റത്തിറങ്ങിയിരുന്ന് ടാറ്റ കാണിക്കുന്ന ഓർമ്മയുണ്ടോ? അത് ഓർമ്മ വരുന്നുണ്ട് എനിക്ക്. ബ്രഹ്മപുത്ര നദിനെ ഉണ്ടല്ലോ ചുവന്ന നദി എന്നും കൂടി വിളിക്കാറുണ്ട്. എന്താണെന്നറിയോ, ഇവിടെ കൂടുതലും ഈ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഭൂമിയാണ്. അപ്പം ഇതിലൂടെ ഒഴുകി വരുന്ന നദിയായതുകൊണ്ട് മണ്ണിനും ഒരു ചുവന്ന നിറമായിരിക്കും. ആ മണ്ണിലൂടെ ഒഴുകി വരുന്നതുകൊണ്ടാണ് ബ്രഹ്മപുത്രയ്ക്ക് ചുവന്ന നദി എന്നുള്ള പേരുള്ളത്. പിന്നെ ഒരു പ്രത്യേകത ബ്രഹ്മപുത്രയ്ക്ക് എന്താ അറിയോ, ബാക്കി എല്ലാ നദികളെയും നമ്മൾ സ്ത്രീകളായിട്ടല്ലേ കാണാം, ഗംഗ, യമുന. പക്ഷെ ബ്രഹ്മപുത്രയെ ഒരു പുരുഷനായിട്ടാണ് ഇവിടെ ഹിന്ദുസും ജൈനസും ഒക്കെ കാണുന്നത്. കാരണം എന്താ അറിയോ, ബ്രഹ്മപുത്ര ബ്രഹ്മൻ്റെ മകനാണെന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മപുത്ര എന്ന് പേര് വന്നത്. മനസ്സിലായോ? ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ്. പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഫുഡ് എത്തുന്നത്. 1 മണിക്കൂർ നീണ്ട യാത്രയായതുകൊണ്ടേ കുക്കീസും വെള്ളവും മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും കഴിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വിസ്താരേൻ്റെ ഫ്രീ വൈഫൈൻ്റെ ഒരു കാർഡ്. പിന്നെ വൈഫൈ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. പക്ഷേ എൻ്റെ ദാസ ജ്യോതിയും ഇല്ല, പുകയും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല, ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വൈഫൈ കിട്ടാത്ത ടെൻഷനിലിരിക്കുമ്പോഴാണ് ഫ്ലൈറ്റ് ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. ബാഗ്ഡോഗ്ര എയർപോർട്ടേ വെസ്റ്റ് ബംഗാളിലുള്ള എയർപോർട്ടാണ്. സിക്കിമിൽ പാക്കിയോങ് എന്ന് പറഞ്ഞൊരു എയർപോർട്ട് ഉണ്ട്, പക്ഷേ അവിടെ അധികം ഫ്ലൈറ്റൊന്നും ലാൻഡ് ചെയ്യാറില്ല. അപ്പം സിക്കിമിൽ പോകണമെങ്കിൽ ഈ ബാഗ്ഡോഗ്ര എയർപോർട്ടാണ് ഏറ്റവും അടുത്തായിട്ട് വരുന്നത്.
ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ കാറ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വെൽക്കമൊക്കെ ചെയ്തു. അങ്ങനെ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് നമ്മൾ സിക്കിം ഗാങ്ടോക്കിലേക്ക് യാത്ര തിരിക്കുകയാണ് ഗായ്സ്. അവിടേക്ക് ഒരു 122 കിലോമീറ്റർ ഉണ്ടാവും. 4 മണിക്കൂറിൻ്റെ ഡ്രൈവ് ആയിരിക്കും ഏകദേശം ഉണ്ടാവുക. വെൽക്കം സ്കാർഫൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അക്കുവിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? അത് കണ്ടിട്ട് എനിക്കും ചിരി വന്നു. നല്ല തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടേ സ്വെറ്ററൊക്കെ ഇടിപ്പിച്ചിട്ടാണ് ഞാൻ അക്കുനും പാറുവിനെയൊക്കെ കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ചൂട്. അതിൻ്റെ അസ്വസ്ഥത അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. आपका नाम सोनाम है सर। हाँ नेपाल का है क्या? नहीं सर, शेरपा करके क्या? जी सोनाम गेम्सो शेरपा है, बहुत लंबा है ना, लेकिन अब नहीं शेरपा तो वहाँ का नहीं, इधर भी है। यहाँ भी मिलेगा सर। ओहो प्योर इंडियन गोट है। दूर का जी सर, लेकिन हमारा भाषा वगैरह सब एक ही जैसा सर, नेपाल का जैसा है, थोड़ा सा डिफरेंट है। ओके അങ്ങനെ പോകുമ്പോഴാണ് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പ്. അപ്പം പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കാൻ കയറി. ലീലാമണി ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാട്ടോ നമ്മൾ പോയത്. അതെനിക്ക് തോന്നുന്നു സിക്കിം തുടങ്ങുമ്പോൾ തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. അവിടുത്തെ സിക്കിം ചിക്കൻ താലിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഏകദേശം നമ്മൾ നാട്ടിൽ പോലത്തുള്ള ഫുഡ് തന്നെ. എവിടെ പോയാലും അത് സിക്കിം ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ചോറ് വേണം. അതാണ് നമ്മൾ മലയാളികൾ. അങ്ങനെ 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ പേര് ലെമൺ ട്രീ എന്നാണ് കേട്ടോ. ഹോട്ടൽ കുഴപ്പമില്ല, നല്ല ഹോട്ടലാണ്.
അങ്ങനെ കീ ഒക്കെ കിട്ടി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അക്കും പാറും മുന്നിലേ നടക്കുന്നുണ്ട്. ഇതാണ് ഗായ്സ് റൂം. അപ്പോൾ 2 ദിവസം നമ്മൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പം കുഴപ്പമില്ല, നല്ല റൂമാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ, ഭയങ്കര തണുപ്പുണ്ട്. ഒരു 13 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഭയങ്കര ടയേർഡാണ്. ഇനിയിപ്പം ഫുഡ് കഴിക്കണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ നിങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ ബാൽക്കണിയാണ്. ഒന്നും വ്യൂ ഒന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട് പുറത്ത്. അതുകൊണ്ട് നമുക്ക് വേഗം അകത്ത് കയറാം. ബെഡ്റൂം, പിന്നെ നമ്മൾ ഇനി ബാത്റൂമിലേക്ക് പോകാം. ബാത്റൂമാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ നമുക്ക് ബാത്റൂമിലേക്ക് റൂമിലൊക്കെ കയറി സെറ്റിലായി, നമ്മൾ ഫ്രഷായി, നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ കുറേ കൂടി കാഴ്ചകൾ നമുക്ക് കാണാൻ പോകും. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക കേട്ടോ. ബൈ ബൈ.